കേൾക്കാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ മണ്ടത്തരം പറ്റിയത് ഞാൻ കേട്ടോ. കാരണം എന്താ സർവർ ഡൗൺ ആണ്. ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്ത് നോക്കി. എന്താ മൊത്തം പോയിരിക്കുകയാണ്. ഞാൻ വിചാരിച്ച അവിടെ നിന്ന് ആദ്യം തന്നെ കാറ്റ് പോകുന്നുള്ള കാര്യം. അപ്പം കാറ്റടിച്ച് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചാനൽ അൽ കേരള. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് ചെറുതായിട്ട് ഒരു പണി കിട്ടിയിട്ടുണ്ട്. പണി വേറെ ഒന്നുമല്ല, ഇതാ നോക്കി ടയർ പോയി ഗൈസ്. എന്താ മൊത്തം പോയിരിക്കുകയാണ്. ഞാൻ വിചാരിച്ച അവിടെ നിന്ന് ആദ്യം തന്നെ കാറ്റ് പോകുന്നുള്ള കാര്യം. അപ്പം കാറ്റടിച്ചിട്ട് നമുക്ക് നേരെ പോകാനായിട്ടുണ്ട്. ഇത് പാർട്ട് 2 ആണ് കേട്ടോ. അപ്പം വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, മറക്കരുത്. ഈ പകുതി മുക്കാൽ ആൾക്കാർ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. അപ്പം നമ്മൾ നിൽക്കുന്നത് നാങ്ങാട്ട് അമ്പലത്തിലാണ്. ആക്ച്വലി ഞാൻ ഇൻട്രോ എടുക്കാൻ വിട്ടു പോയിട്ടോ. കാറ്റടിച്ചതിന് ശേഷം എക്യുപ്മെൻസും കാര്യങ്ങളൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം പമ്പും കാര്യങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞു കേട്ടോ. കണ്ടോ, കാറ്റിന് ഇപ്പോൾ ഒരു പ്രശ്നമില്ല. ആക്ച്വലി നമുക്ക് നോക്കി നോക്കാം. എന്തായാലും അവിടെ ഒരു ആരോട്ടർ കട ഉണ്ട്. ഒന്ന് തുറന്നിട്ടുണ്ടോ അറിയാം. തുറന്നിട്ടുണ്ടാവും. സാധാരണ ഞായറാഴ്ച അങ്ങനെ എല്ലാ ദിവസവും നോക്കാറില്ല, ചിലപ്പോൾ തുറക്കും. അപ്പം ആ ഒരു വിശ്വാസത്തിലാണ് കേട്ടോ പോണത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അങ്ങനെ നമ്മൾ തിരുമുഖത്തോട് സെൻറ്റർ എത്താനായിട്ടുണ്ട്. സെൻറ്റർ എത്തി കഴിഞ്ഞിട്ടോ നമ്മൾ ആക്ച്വലി നമ്മൾ വന്ന വഴി കൂടെയാണ് കേട്ടോ ഞാൻ പോകുന്നത്. വന്ന വഴി എന്ന് വെച്ചാൽ അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് വന്ന വഴി കൂടെ തന്നെയാണ് നമ്മൾ തിരിച്ച് അങ്ങോട്ട് തന്നെ പോകുന്നത്. നമ്മളിപ്പോൾ 2 ദിവസം അവിടെ സ്റ്റേ ചെയ്തു. വീഡിയോ എടുത്തില്ല. എടുക്കാൻ പറ്റാതെ ആയതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ 1-2 വർക്ക് പെൻഡായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ തിരക്കിലായിരുന്നു ഞാൻ. പക്ഷേ നമ്മുടെ എഡിറ്റർ എന്ന് പറയുന്നത് ഇതുണ്ടല്ലോ, അതിൽ നല്ല ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. കുറേ ഓഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു. അത് അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ആ ഒരു വീഡിയോ ഒക്കെ എടുക്കണം എന്നുള്ള പ്ലാനിലായിരുന്നു. പക്ഷെ അന്ന് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നട്ടപ്പരി വെയിലാണ്, അതുകൊണ്ടാണ് കേട്ടോ. നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ പണിയാണ്. ഓക്കെ, അപ്പോൾ നേരെ പോവാം. ഹലോ ഗൈസ്, നമ്മൾ ഇൻട്രോ എടുക്കാൻ വന്നതല്ലേ. അപ്പോൾ നമ്മൾ പകുതി കഴിഞ്ഞിട്ട് തിരുമുഖത്തോട് ഇറങ്ങിയിട്ട് തിരുമുഖത്തോട് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. ഓൾറെഡി കണ്ടോ, നമ്മൾ ഇന്നലെ നിന്ന സ്ഥലം എവിടെ അതേ നിൽക്കുന്നു. ഈ സ്ഥലത്തായിരുന്നു നമ്മൾ നിന്നായിരുന്നു കേട്ടോ. സോറി, അവിടെയാണ് ഇത് നിൽക്കുന്നത്. ആ സ്ഥലത്തായിരുന്നു നമ്മൾ നിന്നായിരുന്നു. ആക്ച്വലി എനിക്ക് വലിയ മണ്ടത്തരം എന്ന് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. നിങ്ങൾ വണ്ടിയുടെ ഓഡിയോ കേൾക്കാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ മണ്ടത്തരം പറ്റിയത് ഞാൻ മൈക്ക് എടുക്കാൻ വിട്ടുപോയി എന്നാണ്. ഏറ്റവും ശുദ്ധ മണ്ടത്തരമായിരുന്നു. മൈക്ക് എടുക്കാൻ വിട്ടുപോയി. നിങ്ങളുടെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. എൻ്റെ ഇവിടെ ഈ ബാഗിൻ്റെ ഇവിടെ മൈക്ക് കണ്ടിട്ടില്ല. ഒന്ന് നോട്ട് ചെയ്ത് നോക്കിയാൽ കാണാം. സൈഡിൽ പിക്ചർ കൊടുത്തിട്ടുണ്ട്, നോക്കിയത്. അതിൽ ഞാൻ മൈക്ക് എടുത്തിട്ടുണ്ട്. ശുദ്ധ മണ്ടത്തരം മാത്രമല്ല, എടുക്കാൻ വിട്ടു പോയത് നിങ്ങൾ മിക്കതും ഞാൻ ഇപ്പം ഇങ്ങനെ കൈ പിടിച്ചിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കൈ വിട്ടിട്ട് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും. 2 കൈ ഇങ്ങനെ പിടിച്ചിട്ടായിരിക്കും ഞാൻ ഓൾമോസ്റ്റ് വീഡിയോ എടുത്തിട്ടുണ്ടാവും. അപ്പം ഇതിനും വലിയ ശുദ്ധ മണ്ടത്തരം എന്ന് പറയുന്നത് ബോഡി ഹോൾഡർ എടുക്കാൻ മറന്നു പോയി. എന്തോന്നല്ല, 2 ശുദ്ധ മണ്ടത്തരം. ഞാൻ ബോഡി ഹോൾഡർ എടുക്കാൻ പോയി, മറന്നു പോയിട്ടോ. ബോഡി ഹോൾഡർ എന്ന് പറയുമ്പോൾ നമ്മൾ ബോഡിയിലൊരു എലാസ്റ്റിക് പോലത്തെ സാധനം ഉണ്ടാവും. അതിൽ നമുക്ക് മൊബൈൽ ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഞാൻ എടുക്കാൻ വിളിക്കും. എന്തോ അല്ലേ അവസ്ഥ. മാത്രമല്ല അപ്പോൾ ഇവിടെ ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ട്. അതേപോലെ പമ്പടിക്കുന്ന സാധനം ഇതായിരിക്കുന്നു വേണ്ട. അപ്പം നല്ല ക്ഷീണമാണ്. ഞാൻ വെള്ളം കുടിച്ചേച്ച് വരാം. ഓക്കെ,
ഞാൻ ഇപ്പോൾ വെള്ളം കുടിച്ച് ഇരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു കയറ്റം കയറും. ഇവിടുന്ന് ഒരു കയറ്റം കയറാൻ കേട്ടോ. ആ കയറ്റം കയറാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ്. ആ കയറ്റം കയറാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ തന്നെ ഈ ബാഗ് കൊടുത്തിട്ട് കാണുന്നുണ്ട്. ഓൾമോസ്റ്റ് എൻ്റെ ഒരു മാമ വന്നിട്ടുണ്ടായിരുന്നു. മീറ്റുമാമ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം മീറ്റുമാമയുടെ അമ്മയും മീറ്റുമാമയും കൂടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ കൂടെ എനിക്കൊരു ഡ്രോയിങ് പെൻസിൽ സെറ്റ് ഉണ്ടായിരുന്നു. അതിനെന്തൊരു പേരും കൂടി പറയും, സെറ്റ് എന്ന് പറയാം. അപ്പം അതിനൊരു പേര് പറയും. അപ്പോൾ അത് എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഞാനത് ശരിക്കും പറഞ്ഞാൽ അത്ഭുതം പെട്ടിട്ടോ. എൻ്റെ ഒരു ഡ്രീമായിരുന്നു ഡ്രോയിങ് കിറ്റ് എന്ന് പറയണത്. അപ്പം ഡ്രോയിങ് കിറ്റ് ചെറുതാണെങ്കിലും അടിപൊളിയായിട്ട് അത്യാവശ്യം നമുക്ക് ഡ്രോയിങ്ങിന് വരയ്ക്കാൻ പറ്റുന്ന അത്യാവശ്യം സാധനങ്ങൾ അതിലുണ്ട്. അപ്പം നമുക്ക് കയറ്റം കയറാനായിട്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് വെച്ചാൽ എൻ്റെ കല്ലൂരിട്ട് അങ്ങനെ തൊട്ട് പേരുണ്ട്. ഇപ്പം ഞാൻ കാർവാഷിൻ്റെ അടുത്താണ് ഇരിക്കുന്നത്. അതെ, കാർവാഷിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഓ, ഉണ്ട് വേറെ കമ്പനി കിട്ടാണല്ലോ. അപ്പോൾ ഇനി പറയുകയാണെങ്കിൽ ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 2 പോയിന്റ് പറയാൻ പറ്റില്ല. ഒരു 4 കിലോമീറ്റർ മാക്സിമം ഉണ്ടാവും കേട്ടോ. ഇവിടുന്ന് കടയിച്ചിരിക്കാൻ 4 കിലോമീറ്റർ പറയാൻ പറ്റില്ല, 5 കിലോമീറ്റർ. ആക്ച്വലി 5 കിലോമീറ്റർ ഉണ്ടാവും എന്നല്ലേ ഇവിടുന്ന് പോകാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് യാത്ര ഇനിയും തുടങ്ങാം. ഞാൻ നല്ല ക്ഷീണിച്ച് വെള്ളം കുടിച്ച് ഇറങ്ങിയതാണ് കേട്ടോ. പക്ഷെ ഒട്ടുക്കത്ത വെയിലാണ്. അതാണ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നേരെ വിടാം അല്ലേ? ആക്ച്വലി ഇവിടെ ലൈഫ് ഓടിക്കാൻ നല്ല സെഞ്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഫേമസിലാണ്. അപ്പം പിന്നെ ഇവിടുന്ന് ഏകദേശം 1.2 കിലോമീറ്റർ ഉണ്ടായിരുന്നു പറയുന്നത്. അപ്പം ലൈക്ക് ചെയ്യാൻ അപ്പം ഇനി നേരെ സ്റ്റേക്ക് പോകാണ്ട്. കാരണം എൻ്റെ യൂസ് എന്തോ ബ്ലോക്ക് ആയിട്ടുണ്ട് നോക്കാം. ഓക്കെ, അപ്പം ഞാൻ ഇപ്പോൾ ലൈവ് ഓടിക്കാൻ ഇറങ്ങുന്നതാണ്. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ കൂടുതൽ ആൾക്കാർ വീഡിയോ കാണുന്നത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിലും കൂടെ ഒരു 100K എത്തിക്കുക കേട്ടോ. അപ്പം ലൈവ് ഓടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവാം. ഓക്കെ, നോക്കി അവിടെ ഒരു വട്ടി തല്ലുവിടാനായിട്ട് ഫൈറ്റിങ്ങിലാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് ആരെങ്കിലും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ വർക്കല്ല എന്ന് തോന്നുന്നു കേട്ടോ. കാരണം എന്താ സർവർ ഡൗണാണ്. ഞാൻ കുറേ നേരം വെയിറ്റ് നോക്കി, സംഭവം വർക്കല്ല. പിന്നെ നേരത്തെ ഒരാൾ വന്നു നോക്കിയപ്പോൾ ക്യാഷ് കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ നല്ല ഫൈറ്റിൻ്റെ അന്ത്യം. അപ്പോൾ നമുക്ക് പോകാം. സംഭവം വർക്കല്ല. പിന്നെ നേരത്തെ ഒരാൾ വന്നു നോക്കിയപ്പോൾ ക്യാഷ് കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ നല്ല ഫൈറ്റിൻ്റെ അന്ത്യം. അപ്പോൾ നമുക്ക് പോകാം. പാടിയിട്ടുണ്ട്. നല്ല മഴ പെയ്യുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് കയറിയതാണ്. അപ്പോൾ നമ്മുടെ അക്ഷയുടെ തന്നെ സെൻറ്ററിലെത്തി. നമ്മൾ എവിടെ സ്റ്റാർട്ട് ചെയ്തോ ആ ഫോണിൽ തന്നെ നമ്മൾ നിന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ സൈക്കിൾ വെച്ച സ്ഥലത്ത് തന്നെ വെച്ചിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്ത ടാസ്ക് ആണ് വീട്ടിലേക്കാണ് കേട്ടോ. നല്ല മഴ പെയ്യുന്നുണ്ട്. എനിക്കാണെങ്കിൽ ATM കയറേണ്ട ആവശ്യമുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ വിഡ്രോ ചെയ്യാൻ ക്യാഷ് ഇച്ചിരി എടുക്കാണ്ട്. ശരി പറയുമ്പോൾ 210 എടുക്കാനുള്ളതാണ്. അപ്പം എടുത്തിട്ട് വെച്ചും വരാം. ഓക്കെ, മഴ പെയ്താനുള്ള പണിയാണ് കഷ്ടപ്പാട്. ഞാൻ എടുത്തിട്ട് നോക്കിയിട്ട് വരാവേ. അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ വെയിറ്റ് ചെയ്യാനുള്ളൂ. വെറും 1 മീറ്റർ കൊണ്ട് നമ്മൾ ഡെസ്റ്റിനേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. നല്ല മഴ പെയ്യുന്നുണ്ട്. നമുക്ക് വേഗം വിടയിക്കാം. അല്ലെങ്കിൽ മഴ പെയ്ത് എൻ്റെ കമ്പ്യൂട്ടർ നനഞ്ഞ ആകെ പണിയാവും. ഒന്ന് വേഗം വിടാം. ഓക്കെ, വണ്ടി ഒന്ന് പോട്ടെ. വണ്ടി വരുന്നതാണ്. അങ്ങനെ നമ്മൾ വെള്ളം കുപ്പി കളഞ്ഞു. അതേ അങ്ങോട്ട് തന്നെ കണ്ട കാണാണ്ടോ കണ്ട അതേ കണ്ട നമ്മളറിഞ്ഞ വെള്ളം കുപ്പിയാണ്. തന്നത് ഉപകാരമില്ലാത്തതുകൊണ്ട് ഞാൻ എഴുതിയില്ല. അപ്പോൾ നമുക്ക് നേരെ ഈ വഴി കൂടെയാണ് എൻ്റെ വഴി. ഇങ്ങനെ വന്നിട്ട് ഈ വഴി. അപ്പം നമുക്ക് നേരെ വിടാം. ഹലോ ഗൈസ്, അങ്ങനെ ഹലോ എന്നല്ല,
അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കണം. നല്ല ഡെസ്റ്റിനേഷൻ. അപ്പം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ ഒന്നുമില്ല. അപ്പം ഇനി വരുന്നതായിരിക്കും വീഡിയോ. ആക്ച്വലി നമ്മളൊരു ചലഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ചലഞ്ച് വെറൈറ്റി ഒരു ചലഞ്ച് ആയിക്കോട്ടെ. അപ്പം ചലഞ്ച് എന്താ വെച്ചാൽ ഒന്ന് അടിയിൽ കമൻറ്റ് ചെയ്യുക. അപ്പം എല്ലാവർക്കും ബൈ.